എല്ലാം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഇന്തോനേഷ്യയിലേക്ക് പോകാമെന്ന് പറയും. എന്നിട്ട് ആൽബിയും ഫൈസലും റൂമിലേക്ക് വരുമ്പോൾ ആ പോലീസുകാരൻ അവരെ തേടി ഗോവയിലെത്തിയിരുന്നു. മര്യാദയ്ക്ക് ആ സ്വർണം തന്നാൽ നിന്റെയൊക്കെ ജീവൻ തിരിച്ചു തരാമെന്ന് പറയുമ്പോഴേക്കും പോലീസുകാരനെ അടിച്ചു വീഴ്ത്തി അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം ഗോവയിൽ വെച്ച് കണ്ട ആ മലയാളി ഫ്രണ്ട്സിന്റെ റൂമിലെത്തി അവരോട് കാര്യങ്ങളെല്ലാം പറയും. ഇതേസമയം മംഗലാപുരത്തെത്തിയ ആൻസിയെ മൂസക്കയുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഗോവയിൽ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്സിന്റെ കൂടെ നാട്ടിലേക്ക് വരികയാണ് ആൽബിയും ഫൈസലും. സ്വരൂപ് എന്ന് പേരുള്ള ഒരുത്തന്റെ അച്ഛൻ ആൽബിയുടെയും ഫൈസലിന്റെയും ഗോൾഡ് വാങ്ങിക്കൊള്ളാമെന്ന് ഉറപ്പ് കൊടുക്കുകയും സ്വരൂപ് ആൽബിയെയും ഫൈസലിനെയും കൊണ്ട് മംഗലാപുരത്ത് വരികയാണ്. അങ്ങനെ മംഗലാപുരത്ത് എത്തിയ ശേഷം ഡീല് നടത്താൻ പറ്റിയൊരു സ്ഥലം എനിക്കുണ്ട് എന്നും പറഞ്ഞു ആൽബിയെയും ഫൈസലിനെയും സ്വരൂപിന്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് ഒരു കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. രാത്രിയോട് കൂടി അവിടെ എത്തിയ ശേഷം അവർ ആഹാരം പാകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫൈസൽ അവരോട് പറയും, ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ച് മണ്ണെണ്ണ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിലെത്തി ആ ചേച്ചി മണ്ണെണ്ണ എടുത്തു തരാമെന്ന് പറയുമ്പോഴാണ് ഫൈസൽ ആ ടിവിയിലെ ന്യൂസ് കാണുന്നത്. തങ്ങളോടൊപ്പമുള്ള സ്വരൂപൊക്കെയാണ് പാർട്ടി സെക്രട്ടറിയുടെ മോന് വേണ്ടി 2 പയ്യന്മാരെ കഴിഞ്ഞ ആഴ്ച കൊന്നു എന്ന